ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ പി തോമസ്. ഇന്ന് നമ്മൾ മറ്റൊരു ചലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ്. ഹിസ്റ്ററിയുടെ 100 ചോദ്യങ്ങൾ. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 100 ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സോ നിങ്ങളുടെ മുമ്പിലേക്ക് ചോദ്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പം ഏറ്റവും നല്ല കാര്യം, കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ പ്രിലിംസ് പരീക്ഷകൾ, 10ാം തരം പ്രിലിംസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് തന്നെ 2021, 22, 23 കാലഘട്ടത്തിൽ ചോദിച്ചു പോയ പ്രാഥമിക പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ഏരിയ തിരിച്ച് ഒന്ന് പഠിക്കാം. അപ്പം ഒരേ മേഖലകളിൽ നിന്ന് തന്നെ കുറേ അധികം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, ഈ ഒരു ടോപ്പിക്ക് നോക്കിയിട്ട് പോകണം. അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ പിക്ക് ചെയ്ത് നമുക്കൊരു 100 ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കിയാൽ ആ ഏരിയ തിരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പഠിച്ചൊന്ന് പെർഫെക്റ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ബാ. ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ള ഭാഗമാണ്. പ്രാഥമിക പരീക്ഷ സിലബസിൽ പ്രത്യക്ഷത്തിൽ ഈ ഒരു ഏരിയ പറയുന്നില്ല എങ്കിലും പ്രാഥമിക പരീക്ഷയിലെ ചോദ്യപേപ്പറുകളിലൊക്കെ തന്നെ പോർച്ചുഗീസുകാരുടെ വരവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ യൂറോപ്യൻ ശക്തികളുടെ ആ ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ നോക്കാം. 2021-ലെയും 22-ലെയും 23-ലെയും ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചോദ്യവും ഉത്തരവും പറയാം. വളരെ വേഗത്തിൽ നമുക്കിത് പറഞ്ഞു പോകണം, കാരണം 100 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണ്ടുന്ന ഭാഗങ്ങളിൽ അത് കൃത്യമായിട്ട് നൽകാൻ ശ്രദ്ധിക്കാം. ഓക്കെ, സോ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അപ്പം ആദ്യം ഇന്ത്യയിലെത്തിയ, അപ്പം യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽഫോൻസ് ഡി അൽബുബക്കർ ഉണ്ട്, പെട്രോ ആൽവാർസ് കബ്രാൾ ഉണ്ട്, വാസ്കോ ഡ ഗാമയുണ്ട്, ഫ്രാൻസിസ് ഡി അൽമേഡയുണ്ട്. ഇതിൽ ആരാണ്? വാസ്കോ ഡ ഗാമയാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം, നാവിക മാർഗം ഇന്ത്യയിലേക്ക് ആദ്യം എത്തുന്ന യൂറോപ്യൻ. ഓക്കെ, വാസ്കോ ഡ ഗാമയാണ് ഇന്ത്യയിലേക്ക് ആദ്യം എത്തുന്ന യൂറോപ്യൻ. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യത്തെ ഒരു ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്? നാവിക മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി, ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി, അതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ വന്ന ക്രമം പോർച്ചുഗീസുകാരാണ് ആദ്യം വരുന്നത്. അതിനുശേഷം വന്നത് ഡച്ചുകാരാണ്. ആദ്യം വന്നതും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. ആദ്യം പോകുന്നത് ഡച്ചുകാരാണ്. ദെൻ ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും, ദെൻ ഏറ്റവും ലാസ്റ്റ് ഫ്രഞ്ചുകാരുമാണ് ഇന്ത്യയിലേക്ക് വന്നത്. പോഡാബി ഫേ എന്നുള്ള ആ ഒരു കോഡൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് വന്ന ക്രമം, ഇന്ത്യയിലെ ആദ്യം അധികാരം സ്ഥാപിച്ച അല്ലെ വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? സി അൽഫോൻസ ഡി അൽബുബക്കർ ആണ് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഒന്നാമത്തത് ഫ്രാൻസിസ് ഡി അൽമേഡയാണ്, രണ്ടാമത്തതാണ് അൽബുബക്കർ. ഇതിനകത്ത് വാസ്കോ ഡ ഗാമ ആദ്യം ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യനാണ്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം വന്ന വ്യക്തിയാണ് പെട്രോ ആൽവാർസ് കബ്രാൾ എന്നുള്ളത്. ഓക്കെ ആണോ? വാസ്കോ ഡ ഗാമയാണ് ആദ്യം വരുന്നത്, അതിനുശേഷം വന്നതാണ് കബ്രാള്. പിന്നീട് ആദ്യ വൈസ്രോയി ആയിട്ട് നിയമിതനാകുന്നത് അൽമേഡയാണ്. രണ്ടാമത്തെ വൈസ്രോയി ആരാണ്? അൽബുബക്കർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശ ശക്തി ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ആദ്യം വരികയും അവസാനം പോവുകയും ചെയ്തത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, പോർച്ചുഗീസ് ഗോവൻ വിമോചനം ഒക്കെ ഓർത്തു വെക്കുക. ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ തന്നെയാണ് ഏതും അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്നും നീക്കം ചെയ്ത ആ ഒരു സൈനിക നീക്കമൊക്കെ അറിയുന്നത്. അപ്പം അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശ ശക്തി പോർച്ചുഗീസുകാരാണ്. ആദ്യം വിട്ടുപോയത് ഡച്ചുകാരാണ്. ഓക്കെ ആണല്ലോ. ദെൻ
പോർച്ചുഗീസുകാർ, അതിനുശേഷം ഡച്ചുകാർ പോയി, അതിനുശേഷം ബ്രിട്ടീഷുകാരാണ് പോകുന്നത്. ദെൻ അതിനുശേഷമാണ് ഫ്രഞ്ചുകാർ പോകുന്നത്, അതിനുശേഷമാണ് പോർച്ചുഗീസുകാർ പോകുന്നത്. അപ്പൊ ആ ഒരു ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് അറിയുക. ഇനി അടുത്തൊരു ചോദ്യം. ഇന്ത്യൻ സമുദ്രത്തിൽ, ഇത് മുൻവർഷ ചോദ്യമല്ല, ഞാൻ തയ്യാറാക്കിയ ഒരു ചോദ്യമാണ്. ഇന്ത്യൻ സമുദ്രത്തിൽ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ പോർച്ചുഗീസുകാർ നടപ്പാക്കിയ വ്യവസ്ഥ ഏതാണ്? ഇന്ത്യൻ സമുദ്രത്തില് വ്യാപാര കുത്തക സ്വന്തമാക്കാനായിട്ട് പോർച്ചുഗീസുകാർ നടപ്പാക്കിയ വ്യവസ്ഥ ഏതാണ്? ഈ വ്യവസ്ഥകളെല്ലാം തന്നെ ബ്ലൂ വാട്ടർ നയം, കാർട്ടർ സിസ്റ്റം, റോയൽ ചാർട്ടർ, അതുപോലെ തന്നെ മിശ്ര കോളനി വ്യവസ്ഥ. ഇതിനകത്ത് റോയൽ ചാർട്ടർ ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമ്മളുടെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് സമുദ്രത്തില് എന്താണ്, ഒരു ശക്തമായ നാവിക ശക്തി ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചതാണ് ഏതെന്ന് പറയുന്നത് ബ്ലൂ വാട്ടർ പോളിസി, നീല ജലനയം എന്നുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഏതാണ്? ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോർച്ചുഗീസുകാർ നടപ്പാക്കിയ വ്യവസ്ഥ ഏതാണ്? അത് കാർട്ടർ സിസ്റ്റമാണ്. ഓക്കെ, കാർട്ടർ സിസ്റ്റമാണ് ഇന്ത്യൻ സമുദ്രത്തിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പോർച്ചുഗീസ് കപ്പലുകൾക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ മറ്റ് കപ്പലുകളിൽ പോർച്ചുഗീസുകാർക്ക് ഒരു കപ്പം കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. ആ ഒരു സംവിധാനമാണ് കാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. റോയൽ ചാർട്ടർ എന്നുള്ളത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് എലിസബത്ത് രാജ്ഞി നൽകിയ ഒരു ഉത്തരവാണ് റോയൽ ചാർട്ടർ എന്ന് പറയുന്നത് 1600. മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? കോളനിയില്, അതായത് ഇന്ത്യയില് പോർച്ചുഗീസുകാരും ഭാരതീയരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. എല്ലാ വർഷത്തെയും ഒരു ചോദ്യമായിട്ട്, അല്ലെങ്കിൽ പരീക്ഷയിൽ ഒരു ചോദ്യം ഈ ഒരു പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തികളുടെ വരവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു മേഖലയൊന്ന് നോക്കി. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. വാസ്കോ ഡ ഗാമയാണ് ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്ന യൂറോപ്യൻ. വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് 1498 മെയ് 20-നാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രം ഗോവ, ദാമൻ ദിയു എന്നിവയാണ്. കോട്ടപ്പുറം കോട്ട തൃശ്ശൂര്, അതുപോലെ തന്നെ സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ എന്നിവ നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഏതൊക്കെയാണ്? കോട്ടപ്പുറം കോട്ടയും അതുപോലെ തന്നെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ യൂറോപ്യന്മാർ വന്ന ക്രമം പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര് എന്നീ ക്രമത്തിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. പോകുന്ന ക്രമം എങ്ങനെയാണ്? ആദ്യം പോയത് ഡച്ചുകാരാണ്, ദെൻ പിന്നീട് പോയത് ബ്രിട്ടീഷുകാര്, പിന്നീട് പോയത് ഫ്രഞ്ചുകാര്, ഏറ്റവും ലാസ്റ്റ് പോയത് ആരാണ്? പോർച്ചുഗീസുകാരുമാണ്. അപ്പൊ വന്ന ക്രമവും അവർ പോയ ക്രമവും കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. അതിൽ ആദ്യം പോയതെന്നോ അവസാനം പോയെന്നോ ചോദ്യം വരാം, രണ്ടാമത് പോയെന്നോ രണ്ടാമത് വന്നതെന്നോ ഉള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പം ഈ ഒരു ക്രമം കൃത്യമായിട്ട്, പോഡ ബീഫെ എന്നുള്ള ക്രമം, ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ വന്ന ക്രമം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. ശക്തമായ നാവിക സേന വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് ശക്തിയെ വളർത്തുക എന്ന നിലയിൽ കൊണ്ടുവന്ന ഒരു ആശയമാണ് ബ്ലൂ വാട്ടർ പോളിസി. ശക്തമായ നാവിക സേന വളർത്തുന്നതോടെ സമുദ്ര മേധാവിത്വം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പോളിസിയാണ് ബ്ലൂ വാട്ടർ നയം എന്നുള്ളത്. അത് കൊണ്ടുവന്നത് ഫ്രാൻസിസ് കോട്ടി അൽമേഡയാണ്. അൽമേഡയുടേതാണ് ബ്ലൂ വാട്ടർ പോളിസി എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, പോർച്ചുഗീസുകാരും ഭാരതീയരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മിശ്ര കോളനി വ്യവസ്ഥ. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ കോളനികളിൽ സതി നിരോധിച്ചിട്ടുണ്ട്. അപ്പം സതി നിരോധിച്ചത് പോർച്ചുഗീസുകാരാണ്. സതി നിരോധിച്ചത് ഇന്ത്യ മുഴുവനായിട്ടല്ല, അവരുടെ കോളനികളിൽ സതി എന്നുള്ള ദുരാചാരത്തെ നിരോധിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കാർട്ടർ സിസ്റ്റം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കാനായിട്ട് പോർച്ചുഗീസുകാർ കാർട്ടസ് വ്യവസ്ഥ നടപ്പാക്കി. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കപ്പലുകളും എന്ത് ചെയ്യണം? പോർച്ചുഗീസുകാർക്ക് കപ്പം കൊടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് ഒരു നിശ്ചിത തുക അടച്ച് അവരുടെ കയ്യിൽ നിന്നും വ്യാപാര അനുമതിക്കുള്ള പേപ്പർ വാങ്ങണം എന്നുള്ള രീതിയിൽ
ഒരു സംവിധാനം കൊണ്ടുവന്നു. അതാണ് കാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ വാട്ടർ പോളിസി, മിക്സഡ് കോളനി സിസ്റ്റം, അതുപോലെ തന്നെ കാട്ട സിസ്റ്റം, ഇവയൊക്കെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തൊരു ഏരിയയിലേക്ക് വരുന്നു. അടുത്തൊരു ചോദ്യം പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ഓക്കെ, ഓർത്തു വെച്ചിരിക്കുക. പ്ലാസി യുദ്ധം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യമൊക്കെ സ്ഥാപിക്കപ്പെടുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ ഒരു പോരാട്ടം എന്ന് പറയാം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണ അടിത്തറ പാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമം നടത്തിയത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പൊ പ്ലാസി യുദ്ധത്തില് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? അപ്പൊ പ്ലാസി യുദ്ധത്തില് ഒരു പ്രതിനിധി, ഇന്ത്യയെ പ്രതിനിധീകരിച്ച അല്ലെ പരാജയപ്പെട്ട വ്യക്തി സിറാജുദ്ദൗളയാണെന്ന് അറിയുക. സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഒന്ന് നോക്കിയേ, തോമസ് ഹാർവോ ബാബർ ഉണ്ട്, റോബർട്ട് ക്ലൈവ് ഉണ്ട്, സർ എർക്കുട്ട് ഉണ്ട്, ആർത്തർ വെല്ലസ്ലി ഉണ്ട്. ആരാണ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത്? റോബർട്ട് ക്ലൈവ് ആണ് പരാജയപ്പെടുത്തുന്നത്. ഇനി ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം 1757 പ്ലാസി യുദ്ധമാണ്. ഇനി ചോദ്യം വേറൊരു രീതിയിലാണ് വരുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞ് ഈ എയും ബിയും എന്നുള്ള രീതിയിലൊക്കെ ഓപ്ഷൻ അനുസരിച്ച് വീണ്ടും പോയിന്റ് ഔട്ട് ചെയ്ത് ഓപ്ഷൻ അനുസരിച്ച് വരുന്നു. എയും ബിയും ഉണ്ട്. അതായത് പ്ലാസിയും ബക്സ യുദ്ധവുമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത്. ഒറ്റയ്ക്ക് മാത്രമായിട്ട് ചോദിക്കുകയാണ് എങ്കിൽ പ്ലാസി യുദ്ധം എഴുതാം. രണ്ടും കൂടെ ഉത്തരം ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ ബക്സാരും പ്ലാസിയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ചോദ്യത്തിന്റെ രീതി മാറുന്നതനുസരിച്ച് ഉത്തരം മാറുന്നുണ്ട്. ആ ഒരു ഭാഗം അവിടെ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. ഇനി ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ്. 1757 റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. ഓക്കെ ആണല്ലോ. ഇനി ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധം ഏതാണ്? ബക്സാർ യുദ്ധമാണ്. ബക്സാർ യുദ്ധം 1764 ആരാണ്? ബ്രിട്ടീഷുകാര് ഷാ ആലം രണ്ടാമൻ എന്ന മുഗൾ രാജാവിനെയും സുജാഉദ്ദൗള എന്ന അവധിലെ നവാബിന്റെയും മിർ കാസിം എന്ന മുൻ ബംഗാൾ നവാബ് എന്നിവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി. ഓക്കെ ആണല്ലോ. ആരെയാണ് ബ്രിട്ടീഷുകാര് ബംഗാളില് ആരെയൊക്കെയാണ് പരാജയപ്പെടുത്തിയത്? ബ്രിട്ടീഷുകാർ ഷാ ആലം രണ്ടാമൻ, അന്നത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഷാ ആലം രണ്ടാമനാണ്. അവധിലെ നവാബ് ആരാണ്? സുജാഉദ്ദൗളയാണ്. ദെൻ മിർ കാസിം ആരാണ്? ബംഗാളിലെ മുൻ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തിയതാണ് ബക്സർ യുദ്ധം 1764. റോബർട്ട് ക്ലൈവുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയ സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ ആരാണ്? മിർ ജാഫർ ആണ്. സിറാജുദ്ദൗളയ്ക്ക് എതിരായിട്ട് സിറാജുദ്ദൗളയുടെ കൂടെ നിന്നുകൊണ്ട് റോബർട്ട് ക്ലൈവുമായിട്ട് ഒരു രഹസ്യ ധാരണ ഒപ്പുവെച്ച അല്ലെങ്കിൽ അത്തരത്തിലൊരു ചതിപ്രയോഗമൊക്കെ നടത്തിയ വ്യക്തി ആരാണ്? അത് മിർ ജാഫർ ആണ്. അപ്പൊ ഈ ഒരു പ്ലാസി യുദ്ധം അതുപോലെ തന്നെ ബക്സ യുദ്ധം എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തൊരു ടോപ്പിക്, പ്രാഥമിക പരീക്ഷാ സിലബസ് എടുത്തു നോക്കുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം, PSCയുടെ ചോദ്യപേപ്പറിൽ നിരവധി തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ഏരിയ ടോപ്പിക് 1857 കലാപം. അതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ പഠിക്കുക, അതിന്റെ ഉത്തരവും കൃത്യമായിട്ട് നോക്കുക. അപ്പൊ ചോദ്യവും ഉത്തരം പഠിക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗം പഠിക്കും. ദെൻ അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ആ ഒരു ടോപ്പിക്കിനെ റിവൈസ് ചെയ്യുകയും ചെയ്യാം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എന്നാണ് ഝാൻസി റാണി മരിക്കുന്നത്? ഝാൻസി റാണി മരിക്കുന്നത് 1858, 59, 60, 57 എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? എ ആണ്. 1858 ഝാൻസി റാണി മരിക്കുന്നത്. ഇനി
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് എന്നാണ്? അതും 1858 ആണ്. ഓക്കെ, 57 യുദ്ധം കലാപം ആരംഭിക്കുന്നത്. 58 വിക്ടോറിയ രാജ്ഞിയുടെ പ്രൊക്ലമേഷനോടുകൂടി എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഏറ്റെടുക്കുന്നു. ഇനി 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? സിറാജുദ്ദൗള ആണോ? അല്ല, സിറാജുദ്ദൗളയെ നമ്മളിപ്പോ എവിടെ പറഞ്ഞു? നവാബ് ബംഗാളുമായി ബന്ധപ്പെട്ട 1760 കാലഘട്ടങ്ങളിൽ പറഞ്ഞു. സോ ഇത് 1857 ആണ്. സോ സിറാജുദ്ദൗളയല്ല. ദെൻ ബഹദൂർ ഷാ ഫസ്റ്റ് അല്ല, അഹമ്മദ് ഷാ അല്ല, ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ ആണ് ഏതിന് നേതൃത്വം നൽകിയത്? 1857 കലാപത്തിന് നേതൃത്വം നൽകിയത്. 1857 കലാപത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ ആണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം ഓർത്ത് വെക്കണേ, 3 ചോദ്യങ്ങൾ നമ്മൾ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് നോക്കി. അടുത്ത നോക്കി, 1857 റിവോൾട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശിപ്പായി ലഹള, ബക്സ കലാപം, പ്ലാസി യുദ്ധം, സന്താ കലാപം. ഏത് പേരിലാണ്? ശിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? 1857 റിവോൾട്ട് ആണ്. അടുത്ത ചോദ്യം കണ്ടോ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? 1857 വിപ്ലവം. 1857 വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നുണ്ട്. ശിപ്പായി ലഹള എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 ഫെബ്രുവരി 10, 1857 മാർച്ച് 10, 1857 ഏപ്രിൽ 10, 1857 മെയ് 10 എന്നാണ് ആരംഭിച്ചത്. ഒന്ന് മനസ്സിൽ ഞാൻ ആൻസർ വേഗം പറഞ്ഞു പോകുന്നുണ്ട്. ചോദ്യം കാണുമ്പോൾ ആൻസർ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക, കമന്റ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. എവിടാണ് ആരംഭിച്ചത്? ആ ചോദ്യം വന്നിട്ടില്ല. എവിടാണ് ആരംഭിച്ചത്? അതോടെ ഓർത്തു വെക്കുക. ഡൽഹിയില് അടുത്തുള്ള മീററ്റിലാണ് കലാപം ആരംഭിക്കുന്നത്. അപ്പം 1857 മെയ് 10 കലാപം ആരംഭിക്കുന്നത്. 1857 കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? മംഗൾ പാണ്ഡെയാണ് ആദ്യ രക്തസാക്ഷി. കലാപം ആരംഭിക്കുന്നത് മീററ്റിലാണ്. അടുത്ത ചോദ്യം നോക്കി, 1857 നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം. കലാപത്തിന് നാനാ സാഹിബ് എവിടാണ് നേതൃത്വം നൽകിയത്? ഡൽഹി, കാൺപൂർ, അവധ്, ഝാൻസി. നാനാ സാഹിബ് എവിടെയാണ്? കാൺപൂരിലാണ് നാനാ സാഹിബ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അവയുടെ കലാപ നേതാക്കൾ എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അടുത്തൊരു ചോദ്യമാണ്. ഇത് ഓരോ വർഷവും വന്ന ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ വർഷത്തിൽ നടന്ന പല സ്റ്റേജുകളിൽ നടന്ന പരീക്ഷാ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ്. അപ്പം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ടോപ്പിക്ക് വളരെയധികം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അവയുടെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പ് ശരിയായ ജോഡി. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാം. അപ്പോൾ എന്ത് ചെയ്യുക? എന്താണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡൽഹി ബീഗം ഹസ്രത്ത് മഹലാണ്, ഝാൻസി റാണി ലക്ഷ്മിഭായി, കാൺപൂര് നാനാ സാഹിബ്. ഓൾറെഡി നമ്മൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞു കാൺപൂര് നാനാ സാഹിബാന്ന് പറഞ്ഞു. കാൺപൂര് നാനാ സാഹിബാണ്. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ അല്ല, മറിച്ച് ആരാണ്? മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയുമാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. സോ 2ഉം 3ഉം ആൻസർ ആയിട്ട് വരുന്ന ബി ആണ് ഇവിടെ ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നയിച്ചതാര്? ഇവിടെ ചോദ്യം എങ്ങനെയായിരുന്നു? നാനാ സാഹിബ് എവിടെയായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്? അത് കാൺപൂര് ആണ്. ഇവിടെയും കാൺപൂര് നാനാ സാഹിബ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. വീണ്ടും വന്ന അടുത്ത ഒരു ചോദ്യപേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ്, 1857 കലാപത്തില് കാൺപൂരിൽ നയിച്ചത് ആരാണ്? അത് നാനാ സാഹിബാണ്. ഓക്കെ ആണല്ലോ. അപ്പം കാൺപൂർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലത്തിൽ കാൺപൂര് വളരെ വലിയ ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1857 റിവോൾട്ടിന്റെ നേതാക്കളെ നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. 1857 റിവോൾട്ടിലെ നേതാക്കൾ കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പിയും കലാപത്തിന് നേതൃത്വം നൽകി. കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും കലാപത്തിന് നേതൃത്വം നൽകി. ഡൽഹിയില് ഭക്ത് ഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ ജഫറും കലാപത്തിന് നേതൃത്വം നൽകി. 1857 കലാപത്തിന് മൊത്തത്തിൽ നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയതും ബഹദൂർ ഷാ രണ്ടാമനാണ്. ഇനി ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായി. ഫൈസാബാദിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. അപ്പം ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായിയും ഫൈസാബാദിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയുമാണ്. ഇനി മീററ്റിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാദം സിംഗും അലഹബാദിലെ ലിഖായത്ത് അലിയും മധുരയില് ദേവി സിംഗും ഗ്വാളിയാറില് റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയും കലാപത്തിന് നേതൃത്വം നൽകി. ഗ്വാളിയാറ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഓർത്ത് വെക്കുക. ഗ്വാളിയാറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയുമാണ്. ഇനി ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാവു തുലറാമാണ്. ഹരിയാനയിലെ ആരാണ്? റാവു തുലറാം കലാപത്തിന് നേതൃത്വം നൽകി. അസമില് മണിറാം ദത്ത കലാപത്തിന് നേതൃത്വം നൽകി. ഈ ഒരു ഭാഗം ഓർത്തു വെച്ചിരിക്കുക. ആഗ്ര, അവധ്, അയോധ്യ, ലക്നൗ എന്നിവിടങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. എവിടെയൊക്കെയാണ്? ലക്നൗ, അവധ്, ആഗ്ര, അയോധ്യ. ലക്നൗ, അവധ്, ആഗ്ര, അയോധ്യ എന്നിവിടങ്ങളിലാണ് ബീഗം ഹസ്രത്ത് മഹൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിയണം. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. ബീഹാറും ജഗദീഷ്പൂരും ആരയും. അതിൽ ആരയും ബീഹാറുമാണ് റിപ്പീറ്റ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ളത്. ബറേലി റോഹിൻഗഡില് ഖാൻ ബഹദൂർ ഖാനും മാൻഡസോളില് ഫിറോസ് ഷായും കലാപത്തിന് നേതൃത്വം നൽകി. അപ്പം ഓർത്തു വെക്കുക, ലക്നൗ, അവധ്, ആഗ്ര, അയോധ്യ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. കാൺപൂരിലെ നാനാ സാഹിബാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഗ്വാളിയാറില് കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി അവധ് മാത്രമായിട്ട് ചോദിക്കുന്നു. അവധിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ബീഗം ഹസ്രത്ത് മഹല് അവധിലെ കലാപത്തിന് നേതൃത്വം നൽകി എന്ന് പറയും. എന്നാൽ അവധ് ചോദിച്ചിട്ട് ബീഗം ഹസ്രത്ത് മഹലിനെ ഓപ്ഷനിൽ കൊടുക്കാതെ വാജിദ് അലി ഷായെയാണ് ഓപ്ഷനിൽ കൊടുക്കുന്നതെങ്കിൽ വാജിദ് അലി ഷാ ഉത്തരമാണ്. കാര്യം ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ടേബിളാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അവധ് മാത്രം, അവധില് ബീഗം ഹസ്രത്ത് മഹൽ ഉണ്ട്. ഓക്കെ, അവധില് ബീഗം ഹസ്രത്ത് മഹലും കലാപത്തിന് നേതൃത്വം നൽകി. വാജിദ് അലി ഷായും കലാപത്തിന് നേതൃത്വം നൽകി. അവരുടെ മകനായ ബിർജിസ് ഖാദറും കലാപത്തിന് നേതൃത്വം നൽകി. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക, വാജിദ് അലി ഷായ, ബീഗം ഹസ്രത്ത് മഹൽ, ബിർജിസ് ഖാദർ എന്നിവര് എവിടെ കലാപത്തിന് നേതൃത്വം നൽകി? അവധിലെ കലാപത്തിന് നേതൃത്വം നൽകി. ഇനി ഉത്തർപ്രദേശിലെ ബൗറട്ട് പർഗാനയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഷാമൽ ആണ്. നീതിയുടെ ഹാള് എന്നുള്ളത് ആരുടേതാണ്? ഷാമലിൻ്റെതാണ്. അതായത് ബൗറട്ട് പർഗാനയിൽ ഒരു ബംഗ്ലാവ് പിടിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം അതിനെ എന്താക്കി മാറ്റി? നീതിയുടെ ഹാൾ എന്ന പേരിൽ അതിനെ നാമകരണം ചെയ്തു. ഓക്കെ, അപ്പൊ ഉത്തർപ്രദേശിലെ ബൗറട്ട് പർഗാന, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് പഠിച്ചു വെച്ചുകൊള്ളുക. NCERT ഭാഗത്തു നിന്നായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് 10ാം തരം പ്രാഥമിക പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള റയർ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണിത്. അപ്പൊ ഇതെന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക, ഉത്തർപ്രദേശിലെ ബൗറട്ട് പർഗാനയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷാമലാണ്. ഇനി ചോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിയിലെ കോൾ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗോനു ആണ്. അപ്പം കോൾ ഗോത്രവർഗക്കാരുടെ കലാപം 1857 കോൾ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഗോനു ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 1857 റിവോൾട്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കന്മാർ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രദേശം കൃത്യമായിട്ട് അറിയുക. ഇനി 1857 റിവോൾട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്
റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് സൈനിക സഹായ വ്യവസ്ഥ എന്നുള്ളത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. 1798. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, 1798 വെല്ലസ്ലി പ്രഭു ഏത് നടപ്പാക്കുന്നത്? സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവരുന്നത്. ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം പ്രകാരം എന്താണ്? നാട്ടുരാജ്യങ്ങൾക്ക് സൈനിക സഹായം നൽകാൻ ബ്രിട്ടീഷുകാർ സന്നദ്ധരാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ നാട്ടുരാജ്യങ്ങൾ സൈനിക സഹായം നേടുകയാണ് എങ്കിൽ അവരുടെ രാജ്യത്തിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും കരാറുകളിലേക്ക് ഏർപ്പെടണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ബ്രിട്ടീഷുകാരുടെ അനുവാദം വേണം. മറ്റൊരു രാജ്യമായിട്ട് യുദ്ധത്തിന് പോകാനുള്ള അനുവാദമില്ല. എന്നാൽ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ സംരക്ഷണം നൽകും. അത് മാത്രമാണ് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം. സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ലഭിക്കുന്ന സൈന്യത്തെ പരിപോഷിപ്പിക്കുകയും അതിനെ പോറ്റിപ്പുലർത്തുകയും ചെയ്യേണ്ടത് നാട്ടുരാജ്യത്തിന്റെ ചുമതലയാണ്. നാട്ടുരാജ്യത്തിന്റെ ഉള്ളില് ഒരു ബ്രിട്ടീഷ് റെസിഡൻസി തുടങ്ങാനായിട്ടുള്ള അനുവാദം നൽകണം. അതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ഒരുക്കി കൊടുക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേവലം ഒരു സൈനിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നാട്ടുരാജ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ സൈനിക സഹായ വ്യവസ്ഥ വരുന്നത്. അപ്പൊ സൈന്യമായിട്ട് ഒരു സഹായം നൽകും, കുറച്ച് ആനുകൂല്യങ്ങൾ കൂടുതൽ ആര് കൊണ്ടുപോകും? ബ്രിട്ടീഷുകാരെ കൊണ്ടുപോകും. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ ഒന്ന് അറിഞ്ഞു പോവുക. സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറുമാണ്. സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നിവയാണ്. ഇനി ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അത് കൊണ്ടുവരുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. 1848 ഡൽഹൌസി പ്രഭു ഈ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത്. ഓക്കെ, ദത്തവകാശ നിരോധന നിയമപ്രകാരം എന്താണ്? ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണാധികാരികൾക്ക് മക്കളില്ലാതെ അവർ ദത്തെടുത്ത മക്കളെ വളർത്തുകയാണ് എങ്കിൽ അവരിലേക്ക് രാജ്യത്തിന്റെ അധികാരം കൈമാറാൻ പറ്റില്ല. ആ രാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും, ബ്രിട്ടീഷ് ഭരണത്തോട് കൂട്ടിച്ചേർക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ ദത്തവകാശ നിരോധന നിയമം എന്നുള്ള ഭാഗത്ത് വരുന്നത്. ആദ്യം ദത്തവകാശ നിരോധന നിയമപ്രകാരം പിടിച്ചെടുത്ത ആദ്യ പ്രദേശം സത്താറയാണ്. അപ്പം 1848 ദത്തവകാശ നിരോധന നിയമം വരുന്നത്. ഇനി അത് കൊണ്ടുവരുന്നത് ആരാണ്? ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭുവും സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവുമാണ് മാറിപ്പോരുത്. ഡൽഹൌസി പ്രഭുവിന്റെ ഒരു കോട്ടിംഗ് ആണ്, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്, അവധ് എന്നുള്ള നാട്ടുരാജ്യം ഒരു നാള് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലേക്ക് വരും എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ വ്യക്തിയാണ് ആര്? ഡൽഹൌസി പ്രഭു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. റിലീഫ് ഓഫ് ലക്നൗ, ഇൻ മെമ്മോറിയം, നീതിയുടെ ഹാൾ. ഈ റിലീഫ് ഓഫ് ലക്നൌവും ഇൻ മെമ്മോറിയലും പെയിന്റിംഗ് ആണ്. 1857 റിവോൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് വരച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണ്. അത് ആരാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. റിലീഫ് ഓഫ് ലക്നൗ എന്നുള്ളത് തോമസ് ജോൺസ് ബാർക്കറുടെ പെയിന്റിംഗ് ആണ്. റിലീഫ് ഓഫ് ലക്നൗ ആരുടേതാണ്? തോമസ് ജോൺസ് ബാർക്കർ. ഇൻ മെമ്മോറിയം എന്നുള്ളത് ജോസഫ് നൊയാൻ പേറ്റന്റേതാണ്. ഇൻ മെമ്മോറിയം എന്നുള്ളത് ജോസഫ് നൊയാൻ പേറ്റന്റേതാണ്. നീതിയുടെ ഹാൾ എന്നുള്ളത് എന്താണ്? ഷാമൽ സ്ഥാപിച്ചതാണ് നീതിയുടെ ഹാൾ. ഓക്കെ ആണല്ലോ. അപ്പൊ ആൻസർ എ ആണ് അവിടെ വരുന്നത്. ഓക്കെ, റിലീഫ് ഓഫ് ലക്നൗ തോമസ് ജോൺസ് ബാർക്കർ, ഇൻ മെമ്മോറിയം ജോസഫ് നൊയാൻ പേറ്റൻ, നീതിയുടെ ഹാൾ ഷാമൽ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ഭാഗം അവിടെ അറിയുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്തത് സന്താ കലാപം പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ്. സന്താ കലാപം നടന്ന വർഷം എന്നാണ് സന്താൾ കലാപം നടന്നത്? 1855-56 കാലഘട്ടത്തിലാണ് സന്താൾ കലാപം നടന്നത്. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? പഞ്ചാബ് ഉണ്ട്, രാജ്മഹൽ കുന്നുണ്ട്, നീലഗിരി കുന്നുകള്, മഹാരാഷ്ട്രയുണ്ട്. ഏതാണ്? രാജ്മഹൽ കുന്നുകളിലാണ് ഏത് നടന്നത്? സന്താൾ കലാപം നടന്നത്. ഇനി സന്താളുകൾ അധിവസിച്ചിരുന്ന ഭൂമി ഏതായിരുന്നു? സന്താളുകൾ അധിവസിച്ചിരുന്ന ഭൂമി ഏത് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം ഏതാണ്? ദാമിനി കൊഹക്കാണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്.
അപ്പൊ ഓർത്ത് വെക്കുക, സന്ധാ കലാപം 1855, 1856. ഇനി സന്ധാ കലാപം നടന്ന പ്രദേശം ഏതാണ്? രാജ്മഹൽ കുന്നുകൾ. സന്താളുകൾ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? ദാമിനി കൊഹക്. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്ത് ആണ്? നീലം കലാപം നടന്നത് ഏത് പ്രദേശമാണ്? ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, ഒറീസ എന്നിവിടങ്ങളാണ് പറയുന്നത്. നീലം കലാപം നടന്നത് 1859, 60 കാലഘട്ടത്തിലാണ് നീലം കലാപം നടന്നത്. എവിടെയാണ്? ബംഗാളിലെ നീലം കർഷകരുടെ യാതനകൾ. നമ്മളത് പിന്നീട് പഠിക്കുന്ന ഭാഗമാണ്. ദീനബന്ധു മിത്രയുടെ നാടകവും ഒക്കെ തന്നെ എന്താണ്? ബംഗാളിലെ നീലം കർഷകരുമായി ബന്ധപ്പെട്ടതാണ്. സോ നീലം കലാപം നടന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഇൻഡിഗോ റിവോൾട്ട് നടന്നത് എവിടാണ്? ബംഗാളിലാണ് ഇൻഡിഗോ റിവോൾട്ട് നടന്നത്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം നടന്നത് എവിടാണ്? തേഭാഗ സമരം നടന്നതും എവിടെയാണ്? ബംഗാളിലാണ് തേഭാഗ സമരവും നടന്നത്. ഓക്കെ, നീലം കലാപം നടന്നത് ബംഗാളിലാണ്, തേഭാഗ സമരം നടന്നതും ബംഗാളിലാണ്. 1946 നാവിക കലാപം എവിടെയായിരുന്നു? ബോംബെയിലാണ് 1946 നാവിക കലാപം ആരംഭിച്ചത്. ഓക്കെ, അപ്പം ഈ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വെക്കുക. അതായത് 1946 കാലഘട്ടത്തിൽ നടന്ന സമരങ്ങൾ, കലാപങ്ങളാണ്. എന്താണ്? തൊഴിലാളി വർഗ പ്രക്ഷോഭങ്ങളാണ്. ഏതൊക്കെയാണ്? തേഭാഗ, അത് ബംഗാളിൽ നടന്നു. തെലുങ്കാന, ആന്ധ്രാപ്രദേശിലാണ്. നാവിക കലാപം ബോംബെയാണ്. 1946 കാലഘട്ടത്തിൽ നടന്ന തൊഴിലാളി വർഗ കർഷക സമരങ്ങളാണ് ഏതെന്ന് പറയുന്നത്? തേഭാഗയും തെലുങ്കാനയും നാവിക കലാപവും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഏരിയയിലേക്ക് വരുന്നു. അടുത്തത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു മേഖലയാണ് ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി എന്നുള്ള ഭാഗം. അപ്പോൾ വൈസ്രോയിമാരുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചോദ്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന LGSന്റെ 2ാം ഘട്ട പരീക്ഷയിൽ പോലും വൈസ്രോയിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വന്നിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്, കോൺവാലിസ്, വില്യം ബെൻഡിക് ആൻഡ് ഡൽഹൌസി പ്രഭു. ഏത് ഗവർണർ ജനറലുടെ കാലത്തായിരിക്കും? അതിന് ഉത്തരം വരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ, വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഓക്കെ, 1773 കാലഘട്ടത്തിലാണ് ബനാറസ് ഉടമ്പടി വരുന്നത്. ബനാറസ് ഉടമ്പടിയുടെ വർഷം ഓർത്തു വെക്കുക, 1773 ബനാറസ് ഉടമ്പടി വരുന്നത്. സോ 73 കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരാണ്? അല്ലെങ്കിൽ ഏത് ഗവർണർ ജനറൽ ആയിരുന്നു? അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഓക്കെ, ഇനി ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആര്? ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? അതിനകത്ത് വില്യം ബെൻഡിക് ഉണ്ട്, ഡൽഹൌസി ഉണ്ട്, വെല്ലസ്ലി ഉണ്ട്, വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ട്. അതിന്റെയും ഉത്തരം ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ, ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ച ഗവർണർ ജനറൽ, അല്ലെങ്കിൽ ഒപ്പുവെക്കുന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ, ഏത് ഗവർണറുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അതെല്ലാം വാറൻ ഹേസ്റ്റിങ്സ് ആണ്. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി? റിപ്പൺ പ്രഭു ഉണ്ട്, ലിട്ടൺ ഉണ്ട്, നോർത്ത് ബ്രൂക്ക് ഉണ്ട്, വില്യം ബെൻഡിക് പ്രഭു ഉണ്ട്. സതി നിർത്തലാക്കിയ വൈസ്രോയി അല്ലെ ഗവർണർ ജനറൽ ആരാണ്? അത് വില്യം ബെൻഡിക് ആണ്. ഓക്കെ, ഇതൊക്കെ ഈ ഗവർണർ ജനറൽ എന്നുള്ള ഭാഗത്തെ ചോദ്യങ്ങൾ വരുന്നത് കൂടുതലും നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഗവർണർ ജനറൽമാരുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ പേടിക്കേണ്ടതില്ല ഈ ഒരു ടോപ്പിക്ക്. നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു പോയാൽ മതിയാവും. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഈ ഗവർണർ ജനറൽമാരെ പഠിച്ചിട്ടുണ്ടാവും. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഇതിനകത്തും നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഒരു പേര് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇതും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ് ഉത്തരം. ഇവിടെ ആംഹേഴ്സ് പ്രഭുവോ അല്ലെങ്കിൽ സർ ജോൺസ് ബർലോയോ മിൻഡോ പ്രഭു ഒന്നാമനെ പറ്റിയോ നമ്മൾ അധികം ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കേണ്ട ആവശ്യകതയില്ല. അവരുമായി ബന്ധപ്പെട്ട് അങ്ങനെ PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമില്ല. അപ്പം ഈ റവന്യൂ ബോർഡും സ്ഥാപിച്ചിരിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ്. കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ, അതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്.
ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഗവർണർ ജനറൽ ആരെ നോക്കണം, ആരെ കൂടുതലായിട്ട് നോക്കണം. വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യണം. ഇനി അടുത്ത ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആരാണ് അത്? ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ വെളുപ്പിക്കുന്നു, ആരുടെ പ്രസ്താവനയാണ്? ഇത് കഴിഞ്ഞ LGSന്റെ സെക്കൻഡ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ്. വില്യം ബെൻഡിക് പ്രഭുവാണ് ഇത് പറഞ്ഞത്. അത് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റുമാണ്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ വെളുപ്പിക്കുന്നു എന്നുള്ളത് ഏതുമായി ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്? വില്യം ബെൻഡിക് പ്രഭുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വൈസ്രോയ്മാരെ ഇപ്പം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കുറച്ച് ഓർഡറിൽ നമുക്ക് വൈസ്രോയ്മാരെ ക്വിക്കായിട്ടൊന്ന് നോക്കി പോകാം. വാറൻ ഹേസ്റ്റിങ്സ് കാലഘട്ടം 1773 1785. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ഇരട്ട ഭരണ സമ്പ്രദായം അവസാനിപ്പിച്ചു. 1772 ബംഗാളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി 1773 റെഗുലേറ്റിംഗ് ആക്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് പാസ്സാക്കുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണ്? അത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ്. 1774 ഫോർട്ട് വില്യം കൽക്കട്ടയിലാണ് സുപ്രീം കോടതി സ്ഥാപിച്ചത്. അപ്പൊ സുപ്രീം കോടതി നിലവിൽ വരുന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ്. 1774 സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആ ഒരു ടൈമിലെ ബംഗാളിലെ ഗവർണർ ജനറൽ. ഓക്കെ ആണല്ലോ. ഇനി ബനാറസ് ഉടമ്പടി 1773 ഒപ്പുവെക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ്. 1784 വില്യം ജോൺസിന്റെ കീഴിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നതും ഇദ്ദേഹം പങ്കുവഹിച്ചു. ഇംപീച്ച്മെന്റിലൂടെ വിചാരണ ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇംപീച്ച്മെന്റിലൂടെ വിചാരണ ചെയ്യപ്പെടുന്ന ആദ്യ ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ട് അത്രയും ഓർത്ത് വെക്കുക. ഇനി അടുത്തൊരു ഗവർണർ ജനറലെ ഒന്ന് അറിയണം, അത് കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആരാണ്? അത് കോൺവാലിസ് ആണ്. ഇനി 1798 സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1798 1805. ഓക്കെ, കോൺവാലിസിന്റെ കാലഘട്ടം 1786 1793. ഇനി 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. ഓക്കെ, ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ എന്നുള്ള സ്ഥാനം വരുന്നത്. അതുവരെ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു. പിന്നീട് ഈ 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് നിലവിൽ വരുന്നത്. ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന വ്യക്തി, അതുപോലെ തന്നെ സതി, പെൺശിശു ഹത്യ എന്നിവ നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. 1828 മുതൽ 1835 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. അദ്ദേഹം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു. ആദ്യത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലും ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയില് പൊതുമരാമത്ത് വകുപ്പ്, റെയിൽവേ, ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. 1848 1856. അപ്പം ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പ്, റെയിൽവേ, ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. 1857 കലാപ സമയത്തെ ഗവർണർ ജനറൽ, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ ഗവർണർ ജനറൽ, ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ഇത് ആരാണ്? കാനിങ് പ്രഭുവാണ്.
അപ്പൊ 1857 വോൾട്ടിന്റെ സമയത്തെ ഗവർണർ ജനറൽ ഒരു ചോദ്യമാണ്. ആരാണ്? അത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി അതും കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി അത് മേയോ പ്രഭുവാണ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിതിവിവര കണക്കുകൾ സർവേ ഒക്കെ എടുക്കാൻ തീരുമാനിച്ചത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സ്ഥാപിച്ചത്, ഇന്ത്യയിലെ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിക്കുന്നത് അത് മേയോ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ഇനി 1878 പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഓർത്തു വെക്കുക, വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവരുന്നത് ലിട്ടൺ പ്രഭുവാണ് 1878. ഇനി 1882 ലിട്ടൺ പ്രഭു കൊണ്ടുവന്ന വെർണാക്കുലർ പ്രസ് ആക്ടിനെ, അതായത് പ്രാദേശിക പത്രഭാഷ നിയമം പിൻവലിച്ച വൈസ്രോയി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, 1883 ഇൽബർട്ട് ബില്ല് നിയമം നിലവിൽ വരുമ്പോൾ ഉള്ള വൈസ്രോയി അത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ഓക്കെ, ഓർത്തു വെക്കുക, പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വ്യക്തിയാണ്, ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, ഇൽബർട്ട് ബില്ല് വിവാദം നടക്കുന്ന സമയത്തെ വൈസ്രോയി അത് ആരാണ്? റിപ്പൺ പ്രഭു ആണ്. ഇനി അടുത്തൊരു വൈസ്രോയി നോക്കാം. ബംഗാൾ വിഭജനം നടക്കുമ്പോൾ, ഓക്കെ, ബംഗാളിലെ ദ്വിഭരണം റദ്ദാക്കിയ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം കൊണ്ടുവരുന്ന വൈസ്രോയി അത് ആരാണ്? കൾസൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഉള്ള വൈസ്രോയി മിന്റോ പ്രഭുവാണ്, മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം പിൻവലിച്ചത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ഓക്കെ, ഇനി 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, റൗലറ്റ് ആക്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം എന്നിവയുടെ സമയത്തെ വൈസ്രോയി അത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി, റൗലറ്റ് നിയമം റദ്ദ് ചെയ്ത വൈസ്രോയി അത് റീഡിംഗ് പ്രഭുവാണ്. ഇനി സൈമൺ കമ്മീഷൻ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഒന്നാം വട്ടമേശ സമ്മേളനം, 1930 ഒന്നാം വട്ടമേശ സമ്മേളനം എന്നിവ നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭുവും, 2ഉം 3ഉം വട്ടമേശ സമ്മേളനം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി അത് വില്ലിംഗ്ടൺ പ്രഭുവുമാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ വൈസ്രോയി, ആഗസ്റ്റ് ഓഫ് ക്രിസ് മിഷൻ, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരാണ്? ലില്ലിത്ഗോ പ്രഭുവാണ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ വൈസ്രോയി. ആഗസ്റ്റ് ഓഫറും ക്രിസ് മിഷനും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യയും, അതുപോലെ തന്നെ 1935 ആക്ട് നിലവിൽ വരുന്നത് 37 ആ 37 ഭരണം നടത്തിയ വ്യക്തി ആരാണ്? ലില്ലിത്ഗോ പ്രഭുവാണ്. ദെൻ വേവൽ പദ്ധതി, ക്യാബിനറ്റ് മിഷൻ, ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായ സമയത്തെ വൈസ്രോയി അത് വേവൽ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരൻ, സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ സി രാജഗോപാല ആചാരി. ഓക്കെ ആണല്ലോ. അപ്പം വളരെ ക്വിക്കായിട്ട് നമ്മൾ വൈസ്രോയിമാരെ ഒന്ന് നോക്കി പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു വൈസ്രോയിമാരുടെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കാം കൂടുതൽ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വരുന്നൊരു ചോദ്യത്തെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്, രവീന്ദ്രനാഥ് ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ BR അംബേദ്കർ. ഉത്തരം ഏതാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്, രവീന്ദ്രനാഥ് ടാഗോർ, ഡോക്ടർ BR അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ പോലും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഉത്തരം ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് കേശവചന്ദ്ര സെന്നുണ്ട്, ദേവേന്ദ്രനാഥ് ടാഗോർ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ഉണ്ട്. അവിടെയും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ് ഉത്തരം. അപ്പം ഓർത്തു വെക്കുക,
ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത്, രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടാണ്? കൽക്കട്ടയിലാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതും രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ബംഗാളില് വേദങ്ങളുടെ ഉപനിഷത്തുകൾ 5 ഉപനിഷത്തുകളുടെ പരിഭാഷപ്പെടുത്തി ബംഗാളിലേക്ക് പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പം രാജാറാം മോഹൻ റോയ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ രാജാറാം മോഹൻ റോയ് എന്നുള്ള ഭാഗം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത്? ഇംഗ്ലീഷ്, പേർഷ്യൻ, ഉറുദു, ഹിന്ദി എന്നീ ഭാഷകൾ പറയുന്നുണ്ട്. ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത്? ഈ പുസ്തകം ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ഇംഗ്ലീഷ്, പേർഷ്യൻ, ഉറുദു, ഹിന്ദി എന്നിവ. ഉത്തരം ഏതാണ്? പേർഷ്യൻ ഭാഷയിലാണ്. പേർഷ്യൻ ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നുള്ള പുസ്തകം ആര് രചിച്ചിട്ടുള്ളത്? രാജാറാം മോഹൻ റോയ് രചിച്ചിട്ടുള്ളത്. ഇനി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ദിനപത്രം. രാജാറാം മോഹൻ റോയുടെ ദിനപത്രം ഏതാണ്? സമ്പാദ് കൗമുദി എന്നുള്ളതാണ് രാജാറാം മോഹൻ റോയുടെ ദിനപത്രം. അപ്പം പത്രങ്ങൾ എന്നുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് അറിയുക. ഓക്കെ, അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയുടെ ഒരു പത്രമാണ് മിറാക്കിൾ അക്ബർ എന്നുള്ളത്. ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടെ ഒരു പത്രമാണ്. അത് പേർഷ്യൻ ഭാഷയിലുള്ള രാജാറാം മോഹൻ റോയുടെ പത്രമാണ്. അപ്പം ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദിയും മിറാക്കിൾ അക്ബർ എന്നുള്ളത് പേർഷ്യൻ ഭാഷയിലുള്ള ഒരു പത്രം ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടെ പത്രമാണ്. ഓക്കെ, ഇനി ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ബ്രഹ്മസമാജം, അതുപോലെ തന്നെ ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ഉണ്ട്. ഓപ്ഷനിൽ ഇപ്പുറത്ത് ദയാനന്ദ സരസ്വതി, ആത്മറാം പാണ്ഡുരംഗ്, കേശവചന്ദ്ര സെൻ, രാജാറാം മോഹൻ റോയ്. ഇതില് ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സോ 1, 4 എന്നുള്ള ഓപ്ഷനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റണം. ഓക്കെ, നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തും. ഇവിടെ ഒന്നാമത്തേത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 1 ആരാണ്? ബ്രഹ്മസമാജം, അത് രാജാറാം മോഹൻ റോയുടേതാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയുടേതാണ്. പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗിൻ്റെതാണ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ അത് കേശവചന്ദ്ര സെന്നിൻ്റെതാണ്. സോ 1 4 ആണ്, 2 1 ആണ്, ദെൻ 3 2 ആണ് വരേണ്ടത്, 4 3 ആണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയും ഓപ്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ആദ്യത്തേത് ബ്രഹ്മസമാജം 4 ആണ് മാച്ച് ചെയ്യുന്നത്. സോ ദെൻ ഒന്നാമത്തേത് മാച്ചിങ് 4 എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. കാരണം ഇവിടെ മറ്റൊരു ഓപ്ഷനകത്ത് പോലും ഏതില്ല, 1 4 മാച്ച് ചെയ്യുന്നില്ല. സോ ബാക്കിയുള്ളത് എല്ലാം എലിമിനേറ്റ് ചെയ്ത് ആൻസർ എന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ഒരു ട്രിക്ക് കൂടെ, എലിമിനേഷൻ ടെക്നിക് കൂടെ ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്, ശരിയായി ചേർത്തെഴുതുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ശരിയായ ജോഡി കണ്ടെത്താനാണ്. സേവാസമിതി MN ജോഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സേവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. സോ ആര്യ സമാജവും സേവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയും ശരിയാണ്. സോ ഇവിടെ ആൻസർ B ആണ് വരുന്നത്. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ, ആശയങ്ങൾ. ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്, 1875. രാമകൃഷ്ണ മിഷൻ 1897, വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? വിവേകാനന്ദനാണ്. അലിഗഡ് പ്രസ്ഥാനം സയ്യിദ് അഹമ്മദ് ഖാൻ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതി, ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സാമൂഹികവും വിദ്യാഭ്യാസവുമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം. അതിന്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്.
ഇനി പ്രാർത്ഥനാ സമാജം 1867 ആത്മറാം പണ്ഡൂരംഗ്. ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി 1875 ആനി ബസന്റ്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോക സമാജം ജ്യോതിബ ഫൂലെ. സ്വാഭിമാന പ്രസ്ഥാനം 1925 EV രാമസ്വാമി നായിക്. ദെൻ SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അത് ശ്രീനാരായണ ഗുരു 1903. ഇനി പ്രധാനപ്പെട്ട പത്രങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പത്രങ്ങൾ, ആ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര് എന്നുള്ള ആ ഒരു ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഇവിടെ പത്രങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതിനോടൊപ്പം ഈ പത്രങ്ങളുടെ ഭാഷയും ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞു പോകേണ്ടതുണ്ട്. എല്ലാത്തിൻ്റെയും ഒന്നുമില്ല, ചില പത്രങ്ങളുടെ ഭാഷ ഒന്ന് അറിഞ്ഞു പോവുക. ഹിന്ദു സ്വദേശി മിത്രം, അത് G. സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ഇതിൽ സ്വദേശി മിത്രം എന്നുള്ളത് തമിഴ് ഭാഷയിലുള്ള പത്രമാണ്. ഓക്കെ, ഹിന്ദു സ്വദേശി മിത്രം എന്നുള്ളത് G. സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. സ്വദേശി മിത്രം തമിഴ് ഭാഷയിലുള്ള പത്രമാണ്. അമൃത ബസാർ പത്രിക എന്നുള്ളത് ബംഗാളി ഭാഷയിലുള്ളതാണ്. അമൃത ബസാർ പത്രിക എന്നുള്ളത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലുള്ള പത്രമാണ്. സ്വദേശി മിത്രം എന്നുള്ളത് തമിഴ് ഭാഷയിലാണ്. അത് ശിശികുമാർ ഘോഷിന്റെയും മോത്തിലാൽ ഘോഷിന്റേതുമാണ്. ബോംബെ സമാജർ എന്നുള്ളത് ഫർദുർജീൻ മിസ്ബാറിൻ്റെതാണ്, മിർസാബൻ്റെതാണ് ബോംബെ സമാജർ എന്നുള്ളത്. ഇനി കേസരിയും മറാത്തയും. കേസരി മറാത്ത എന്നുള്ളത് ആരുടേതാണ്? ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ്. കേസരി എന്നുള്ളത് മറാത്ത ലാംഗ്വേജിലുള്ള പത്രമാണ്. കേസരി മറാത്ത ലാംഗ്വേജിലും മറാത്ത എന്നുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുമുള്ള പത്രമാണ്. ഓർത്തു വെച്ചിരിക്കുക, കേസരി മറാത്ത ബാലഗംഗാധര തിലകന്റേതാണ്. കേസരി എന്നുള്ളത് മറാത്ത ലാംഗ്വേജിലും മറാത്ത എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലുമുള്ള പത്രമാണ്. ഇനി ബംഗാളി എന്നുള്ളത്, ബംഗാളി ഒരു ഇംഗ്ലീഷ് ഭാഷാ പത്രമാണ്. ബംഗാളി എന്നുള്ളത് സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ദാദാഭായ് നവറോജിയുടേതാണ്. ഷോം പ്രകാശ് എന്നുള്ളത് അതും ആരുടേതാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടേതാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് എന്നുള്ളത് മിസ്സസ് ആനി ബസന്റേതും. യങ് ഇന്ത്യ ഹരിജൻ എന്നുള്ളത് മഹാത്മാഗാന്ധിയുടേതും. അൽ ഹിലാൽ എന്നുള്ളത് ഒരു ഉറുദു വാരികയാണ്. അൽ ഹിലാൽ എന്താണ്? ഒരു ഉറുദു ഭാഷയിലുള്ള വാരികയാണ്. അത് ആരുടേതാണ്? അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. വന്ദേ മാതരവും ഉറുദു ഭാഷയിലുള്ള പത്രമാണ്. വന്ദേ മാതരം ഏതാണ്? ഉറുദു ഭാഷയിലുള്ള പത്രമാണ്. അത് ലാലാ ലജ്പത് റായുടേതാണ് വന്ദേ മാതരം. ദെൻ നേഷൻ എന്നുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യം വരും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കുറച്ച് കൃതികളും അതിൻ്റെ എഴുത്തുകാര് അത് ഏത് ഭാഷയിലാണ് എന്നുള്ളത്. ഘോര ഗീതാഞ്ജലി എന്നുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയതാണ്. സേവാദാസൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നുള്ളത് പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ എഴുതിയ കൃതിയാണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ ആരുടേതാണ്? സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ എഴുതിയതാണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നുള്ളത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ എഴുതിയ കൃതിയാണ്. ഹയാത്തി ജാദിയും ഹയാത്തി ജവീദും അൽത്താ ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിൽ എഴുതിയ കൃതിയാണ്. നിബാന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ എഴുതിയതാണ്. കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് LGS ചോദിച്ച ചോദ്യമാണ്. അപ്പം നിബാന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷ. എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷ. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഭാഷകള്, പത്രങ്ങള് എന്നീ ഏരിയ എന്ത് ചെയ്യുക, ഒന്ന് അറിയുക. ഇനി ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. നീൽ ദർപ്പൺ എന്നുള്ളത് ഒരു നാടകമാണ്. ബംഗാളിലെ നീലം കർഷകരുടെ യാതനകളെ പറ്റിയുള്ള ഒരു നാടകമാണ് നീൽ ദർപ്പൺ. അത് രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്.
ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ബംഗാളിയുണ്ട്, വന്ദേമാതരമുണ്ട്, ന്യൂ ഇന്ത്യയുണ്ട്, മറാത്തയുണ്ട്. കേസരിയും മറാത്തയുമാണ് ബാലഗംഗാധര തിലകന്റെ പത്രങ്ങൾ. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ള മുഖപ്രസംഗം ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ്. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന മുഖപ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. സാരേ ജഹാം സെ അച്ഛ എന്നുള്ള ഗാനം രചിച്ചത് ആരാണ്? അതൊരു ഉറുദു കവിയായ മുഹമ്മദ് ഇക്ബാലിൻ്റെതാണ് സാരേ ജഹാം സെ അച്ഛ എന്നുള്ളത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ള ഗ്രന്ഥം രചിച്ചത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്യങ്ങളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്യങ്ങളാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്യങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി, റാഷ് ബിഹാരി ബോസ്, മോഹൻ സിംഗ്. ഉത്തരം ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആരുടേത് എന്ന് ചോദിച്ചാൽ അത് മോഹൻ സിംഗിൻ്റെതാണ്. റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അധികാരം, നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി INCയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവാണ് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. ഓക്കെ ആണല്ലോ. ഇനി ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? സിംഗപ്പൂരിലാണ്. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് INA സ്ഥാപിച്ചത് എവിടെയാണ്? അത് സിംഗപ്പൂരിലാണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഝാൻസി റാണി റെജിമെന്റ് അല്ലെങ്കിൽ റാണി ഝാൻസി റെജിമെന്റ്, ക്യാപ്റ്റൻ ലക്ഷ്മി റെജിമെന്റ്, റാണി ഗൈഡല്ലു റെജിമെന്റ്, മദ്രാസ് റെജിമെന്റ്. അതിൽ ഏതാണ്? ഝാൻസി റാണി റെജിമെന്റ് ആണ്. ഓക്കെ, അതിന്റെ നേതാവാണ് ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി. ഓക്കെ, അതിന്റെ നേതൃത്വം ആർക്കാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിക്കാണ്. ഇനി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മൗലാന അബ്ദുൽ കലാം ആസാദ്, മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഇതിൽ ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. പ്രിലിംസ് LGS പരീക്ഷയിലെ ഒരു ഫേവറേറ്റ് ചോദ്യമാണത്. അതിർത്തി ഗാന്ധി ദ്വിരാഷ്ട്രവാദത്തെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി വിഭജിക്കണമെന്നുള്ള ദ്വിരാഷ്ട്രവാദത്തെ എതിർക്കുകയും ശക്തമായി എതിർത്ത ഒരു നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട ഇദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച ഒരു വ്യക്തിയാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സോ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. അടുത്തൊരു ചോദ്യം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഇനി നമുക്ക് ദേശീയ പ്രസ്ഥാനം, ദേശീയ സമരവുമായി ബന്ധപ്പെട്ട ഭാഗത്തെ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നോക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ബിപിൻ ചന്ദ്രപാല്, സുഭാഷ് ചന്ദ്രബോസ്. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരാണ്? ആരെയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സക്സസർ, രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കുക. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. രാഷ്ട്രീയ പിൻഗാമി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആത്മീയ പിൻഗാമി വിനോബ ഭാവെയും. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? അത് C രാജഗോപാലാചാരിയുമാണ്. ഓക്കെ, ഒന്നുകൂടെ ഓർത്തു വെക്കുക. ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ആണ്. രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. ദെൻ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. ആത്മീയ പിൻഗാമി വിനോബ ഭാവെയാണ്. ദെൻ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ C രാജഗോപാല ആചാര്യാണ്. ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക? ഒന്ന്
റിവൈസ് ചെയ്യുക. അടുത്തൊരു ചോദ്യം ഗാന്ധിജിയുമായി റിലേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്നുള്ള ഭാഗം. അതായത് 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി 1915 ജാനുവരി 9 ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഇന്ത്യ മുഴുവൻ ചുറ്റി നടന്ന് കാണുന്നു. തുടർന്ന് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിലാണ് അദ്ദേഹം ആദ്യമായി പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആദ്യ പ്രക്ഷോഭം, അല്ലെങ്കിൽ അദ്ദേഹം പതുക്കെ ദേശീയ സമര രംഗങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നത്, ആദ്യ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നത് 1917 കാലഘട്ടത്തിലാണ്. ചമ്പാരനിലും ബീഹാറിലെ ചമ്പാരനിലും ഗുജറാത്തിലെ അഹമ്മദാബാദിലും ഗുജറാത്തിലെ തന്നെ ഖേദയിലും നടത്തിയ ആദ്യകാല പ്രക്ഷോഭം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റിവൈസ് ചെയ്ത് വെക്കേണ്ടുന്ന ഒരു ഭാഗം. ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു മാർക്കിന്റെ ചോദ്യം മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. സോ റിവൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഗാന്ധിജി ബീഹാറിലെ ചമ്പാരനിൽ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? 1917 ഓക്കെ, അത് കൃത്യമായിട്ട് ഓർക്കുക. ഇനി 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹ സമരത്തിലാണ്? ബീഹാറിലേത് നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നീലം കർഷകരുടെ യാതനകളെ മനസ്സിലാക്കിയ ഗാന്ധിജി എന്ത് ചെയ്തു? സമരത്തിന് വരുന്നു. എന്നാൽ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി സമരത്തിൽ വരുന്നത് ഓപ്ഷൻ നോക്കുക. അഹമ്മദാബാദ് ഉണ്ട്, ചമ്പാരൻ, ഖേദ, ബർത്തോളി ഉണ്ട്. ഇതിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി ഇടപെട്ടത് അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിലാണ്. അനുസൂയ ബഹന്റെ കത്തുകളിൽ നിന്നാണ് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന യാതനകളെ പറ്റി മനസ്സിലാക്കുന്നത്. അങ്ങനെ അഹമ്മദാബാദിലാണ് ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യം സത്യാഗ്രഹം നടത്തുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചാൽ അതും അഹമ്മദാബാദാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC യുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ബഹുജന പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്, 1920. രണ്ടാമത്തേത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭം 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. മൂന്നാമത്തേത് ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. സോ ഇവിടെ മൂന്നാമത്തതും അവസാനത്തതുമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്വിറ്റ് ഇന്ത്യയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരനാണ്. രണ്ടാമത്തത് അഹമ്മദാബാദിൽ നിരാഹാര സത്യാഗ്രഹമാണ്. മൂന്നാമത് ഖേദയിലാണ്. അത് നികുതിക്കെതിരായിട്ടുള്ള ഗാന്ധിജിയുടെ ആദ്യ സമരമാണ്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അഹമ്മദാബാദിലേത്. അത് ആദ്യത്തെ നിരാഹാര സമരമാണ്. ബർത്തോളി സത്യാഗ്രഹം, മിക്ക ഓപ്ഷനിലും ബർത്തോളി സത്യാഗ്രഹം കാണുന്നുണ്ട്. പക്ഷെ ഇത് ഗാന്ധിജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. മറിച്ച് ഇത് ഏതാണ്? ഇത് 1928 ബർത്തോളി സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ അനുഗ്രഹ ആശംസയോടുകൂടി സർദാർ വല്ലഭായ് പട്ടേല് നികുതിക്കെതിരായി നടത്തിയ സമരമാണ് ബർത്തോളി സത്യാഗ്രഹം. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേല് നികുതിക്കെതിരായിട്ട് നടത്തിയ സമരം ഏതാണ്? അത് ബർത്തോളി സത്യാഗ്രഹമാണ്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയെ കുറിച്ച് ഉള്ള പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡിയാണ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ചു. ശരിയായ പ്രസ്താവന. 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ എത്തി. അതും ശരിയായ പ്രസ്താവന. സുരേന്ദ്രനാഥ് ബാനർജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. തെറ്റ്. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. ഓക്കെ, ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ് 1947 ആഗസ്റ്റ് 15 ആണോ? അല്ല. 1946 മാർച്ച് 12 അല്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി ജീവനോടെ ഉണ്ട്. ദെൻ 1942 ആഗസ്റ്റ് 8 അത് ക്വിറ്റ് ഇന്ത്യ ദിനമാണ്, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആഹ്വാനം ചെയ്തതാണ്. സോ അതുമല്ല. 1948 ജാനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഗാന്ധിജി അധ്യക്ഷ പദം അലങ്കരിച്ച കോൺഗ്രസിന്റെ സമ്മേളനം
ഗാന്ധിജി ഒരേ ഒരു INCയിൽ മാത്രമേ അധ്യക്ഷ പദം അലങ്കരിച്ചിട്ടുള്ളൂ. അത് കർണാടകയിലെ ബെൽഗാമിലാണ്. ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷ വഹിച്ചത്. ഇനി ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം, ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിരാഹാര സമരം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഏതാണ്? അഹമ്മദാബാദിലെ മിൽ സമരമാണ്. ഓക്കെ, നിരാഹാര സമരം, അഹമ്മദാബാദിലെ മിൽ സമരം, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സമരം, അതും അഹമ്മദാബാദിലെ മിൽ പണിമുടക്കാണ്. ഓക്കെ ആണല്ലോ. കർഷകർക്ക് വേണ്ടിയിട്ടുള്ളത് ചമ്പാരനിലെ സമരമാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധത്തിനായി ഒത്തുചേർന്നത്? സൈമൺ നിയമം, റൗലത്ത് നിയമം, പിറ്റ്സ് ഇന്ത്യ നിയമം, ഇൽബർട്ട് നിയമം. ഏതാണ്? റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ജാലിയൻ വാലാബാഗിലെ ജനങ്ങൾ ഒത്തുകൂടിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു ആര്? ഉദ്ധം സിംഗ്. ഓക്കെ, അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? അത് ഉദ്ധം സിംഗ് ആണ്. അടുത്തൊരു ചോദ്യം, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇത്. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടതാണോ? അതെ, നമ്മളിപ്പോൾ ആ ചോദ്യം നോക്കിയതേ ഉള്ളൂ. കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷൻ നിയമിച്ചു ആണോ? അല്ല, സൈമൺ കമ്മീഷനെ അല്ല നിയമിച്ചത്, മറിച്ച് ഹണ്ടർ കമ്മീഷനെയാണ് നിയമിച്ചത്. ഇനി കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. ശരിയാണ്, രവീന്ദ്രനാഥ് ടാഗോർ സർ പദവിയും ഗാന്ധിജി അദ്ദേഹത്തിന്റെ കൈസഹി ഹിന്ദു പുരസ്കാരവും ഉപേക്ഷിച്ചത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ഉത്തരം ഏതാണ്? 1ഉം 3ഉമാണ് വരുന്നത്. സോ ഡി ആണ് ആൻസർ. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ ആണ്. ഓക്കെ ആണല്ലോ. ചോദ്യവും ഉത്തരവും പറഞ്ഞു പോകുന്നു, കൃത്യമായിട്ട് ഒന്ന് നോക്കി പോവുക. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ക്വിക്കായിട്ടൊന്ന് റിവിഷൻ ചെയ്തു പോകാം. നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടുകളും ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരായിരുന്നു? രാജ്കുമാർ ശുക്ലയാണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ചമ്പാരനിലെ, അതായത് ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ യാതനകളെ പറ്റി ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആരാണ്? അത് രാജ്കുമാർ ശുക്ലയാണ്. അപ്പൊ ബംഗാൾ ബീഹാർ മേഖലകളിലെ നീലം കർഷകരുടെ യാതനകളെ പറ്റിയാണ് ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്നുള്ള ഭാഗം. ബംഗാളിലാണ് ഏത് കലാപം ഉണ്ടാകുന്നത്? ഇൻഡിഗോ കലാപം ബംഗാളിലാണ് വരുന്നത്. ബീഹാറിലാണ് നീലം കർഷകരുടെ ഈ ഒരു ചമ്പാരൻ എന്നുള്ള സമരം വരുന്നത്. അപ്പം ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് അറിയുക. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1914 കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ബ്രിജിത് ബാബു കിഷോർ പ്രസാദ് ആണ്. അപ്പൊ നീലം കർഷകരുടെ യാതനകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ രാജ്കുമാർ ശുക്ല പെടുത്തുന്നു. അതേ തുടർന്ന് ഗാന്ധിജി ആരോട് പറയുന്നു? ബ്രിജിത് ബാബു കിഷോർ പ്രസാദിനോട് പറയുന്നു ഒരു പ്രമേയം ലക്നൗ സമ്മേളനത്തിൽ 1914 ലക്നൗ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പറയുന്നു. ഓക്കെ, അങ്ങനെ ലക്നൗ സമ്മേളനത്തിൽ ആ പ്രമേയം അവതരിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ മാർഗത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരം 1917 ചമ്പാരൻ സമരമാണ്, ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. നിരാഹാര സമരമാണ്, തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഗാന്ധിജിയുടെ ആദ്യ സമരമാണ്. ഈ ഒരു പ്രശ്നം ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാണ്? അനുസൂയ ബെഹൻ ആണ് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഗാന്ധിജി ഗുജറാത്തിലെ ഖേദയില് നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് 1918
ഇനി ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്തുവാനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കുവാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് നിയമം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്തുവാനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമത്തെ ഏത് പേരിൽ പറയുന്നു? റൗലറ്റ് നിയമം എന്ന പേരിൽ പറയുന്നു. ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായി ആചരിച്ചത് 1919 ഏപ്രിൽ 6 ആണ്. അപ്പം കരിദിനം ഗാന്ധിജി ആഹ്വാനം ചെയ്തതാണ്. കരിദിനമായിട്ട് ഒരു ഹർത്താൽ ആചരിക്കണമെന്ന് പറയുന്നു. അത് 1919 ഏപ്രിൽ 6 ജാലിയൻ വാലാബാഗ് ജനങ്ങൾ കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ്? റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചാണ്. അതോടൊപ്പം തന്നെ ഈ രണ്ട് വ്യക്തികളുടെ അവരുടെ നേതാക്കളായ ഡോക്ടർ സത്യപാൽ മാലിക്കിന്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗില് ജനങ്ങള് കൂട്ടം കൂടിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ തന്റെ പദവിയാണ് കൈസർ-ഇ-ഹിന്ദ്. ഗാന്ധിജിക്ക് നൽകിയ കൈസർ-ഇ-ഹിന്ദ് പുരസ്കാരം ഗാന്ധിജി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകി. സർ പദവി ആരും ഉപേക്ഷിച്ചു? രവീന്ദ്രനാഥ് ടാഗോറും ഉപേക്ഷിച്ചു. ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്ന സി ശങ്കരൻ നായർ അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗത്വം എന്ത് ചെയ്തു? ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രാജിവെക്കുകയും ചെയ്തു. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കിൾ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച ധീരദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് 1940 ജൂലൈ 31. അപ്പൊ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ ചരിത്രത്തില് 1940 ജൂലൈ 31 പ്രത്യേകത എന്താണ്? ധീരദേശാഭിമാനിയായ ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്ന ദിവസമാണ്. ഓക്കെ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്നുള്ളത് ആരുടെ വാക്യമാണ്? ഗാന്ധിജിയുടെ വാക്യമാണ്, ഗാന്ധിജിയുടെ പ്രതികരണമാണ്. ഓക്കെ, പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പ്രതികരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, വീണ്ടും അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്നുള്ള ഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് 1880, 1895, 1885, 1886. ഏത് വർഷമാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഓക്കെ, അപ്പൊ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജി അധ്യക്ഷനായിരിക്കുന്നത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരിക്കുന്ന 1929 ലാഹോർ സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് എന്ന റെസൊല്യൂഷൻ പാസാക്കിയ INCയുടെ സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചതും ഈ ലാഹോർ സമ്മേളനമാണ്. 1930 ജാനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചതും ഇതേ ലാഹോർ സമ്മേളനമാണ്. അതുകൊണ്ട് ഈ ഒരു സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി കെ കേളപ്പൻ, സി ശങ്കരൻ നായർ, KP കേശവമേനോൻ, പട്ടം താണുപിള്ള. ഉത്തരം ഏതാണ്? സി ശങ്കരൻ നായർ ആണ്. ഓക്കെ, അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവം അലങ്കരിച്ച ഒരേ ഒരു മലയാളി പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ 1897 അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? സി ശങ്കരൻ നായർ ആണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഇദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച മലയാളി ആരാണ്? അതും ശങ്കരൻ നായരാണ്.
ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ഇദ്ദേഹം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതി. ഗാന്ധി ആൻഡ് അനാർക്കി എന്നുള്ള ഗ്രന്ഥം ആരുടേതാണ്? അത് ശങ്കരൻ നായരുടേതാണ്. ഓക്കെ, ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിജിയും അരാജകത്വവും എന്നുള്ള പുസ്തകം, ഗ്രന്ഥം ആരുടേതാണ്? അത് ചെറ്റു ശങ്കരൻ നായരുടെ പുസ്തകമാണ്. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കോൺഗ്രസിലെ മിതവാദികളും തീവ്രദേശീയവാദികളും എന്നിങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. അതിലെ മിതവാദ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, സുരേന്ദ്രനാഥ് ബാനർജി എന്നിവരില് മിതവാദ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ആൻസർ, സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഇവിടെ ആൻസർ ഇല്ല. കാര്യം ഇവിടെ മിതവാദികളുടെ പട്ടികയാണ്. ഇവിടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ സുരേന്ദ്രനാഥ് ബാനർജി മാത്രമാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ലാലാ ലജ്പത് റായിയും ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാലും തീവ്ര ദേശീയവാദികളുടെ നേതാക്കളാണ്. ലാൽപാൽ ബാൽ സഖ്യം, ലാലാ ലജ്പത് റായി, അതുപോലെ തന്നെ ലാൽപാൽ ബാൽ സഖ്യം, ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലക് എന്നിവര് ഏതിൽ ഉൾപ്പെടുന്നതാണ്? തീവ്ര ദേശീയവാദ വിഭാഗത്തിലെ നേതാക്കളാണ്. സോ ആ ഒരു ഭാഗം, ഈ ഒരു ചോദ്യത്തിന് ഇവിടെ ആൻസർ വരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, ബന്ധമില്ലാത്ത ശരിയായ ജോഡിയാണ്. ഗാന്ധിജിയെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അപ്പം ഇത് 1929 കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെടാത്തതാണ്. സോ ബന്ധമില്ലാത്ത ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. അപ്പം ഇവിടെ എന്താണ് റോങ് ആയിട്ടുള്ളതാണ് നോക്കി കണ്ടുപിടിക്കേണ്ടത്. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അത് ലാഹോർ സമ്മേളനത്തിന് തീരുമാനമാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജായി പ്രഖ്യാപിക്കപ്പെട്ടു. അതും കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന് തീരുമാനമാണ്. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. തെറ്റാണ്, നെഹ്റു അല്ല, ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അപ്പം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 1ഉം 4ഉമാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഓർക്കുക, ഇവിടെ പൂർണ്ണ സ്വരാജ് എന്നുള്ളത് ലാഹോർ സമ്മേളനമാണ്. എന്നാൽ സ്വരാജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കത്ത സമ്മേളനമാണ്. ഓക്കെ, ദെൻ സൂറത്ത് സമ്മേളനം, കോൺഗ്രസ് മിതവാദികളും തീവ്രദേശീയവാദികളുമായി രണ്ടായിട്ട് പിളരുന്നത് സൂററ്റ് സമ്മേളനത്തിലൂടെയാണ്. നാഗ്പൂർ സമ്മേളനം, ഇന്റർനാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രമേയത്തിന് അംഗീകാരം നൽകിയത് നാഗ്പൂർ സമ്മേളനത്തിലൂടെയാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം, INC ഔദ്യോഗിക അംഗീകാരം നൽകുന്നത് നാഗ്പൂർ സമ്മേളനത്തിലാണ്. ഇനി 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഓക്കെ, 1920 ഗാന്ധിജി ആരംഭിച്ച നിസ്സഹകരണ സമരമാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ചത്. ഓക്കെ, ഇനി മുസ്ലിമുകൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച നിയമം ഏതാണ്? അത് മിന്റോ മോർലി പരിഷ്കാരമാണ്. മുസ്ലിമുകൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച നിയമം ഏതാണ്? മിന്റോ മോർലി പരിഷ്കാരമാണ്. റൗലറ്റ് നിയമം എന്തായിരുന്നു? കരിനിയമം, ബ്ലാക്ക് ആക്ട് എന്ന പേരിൽ ഗാന്ധിജി റൗലറ്റ് നിയമത്തെ വിശേഷിപ്പിച്ചു. എന്താണ്? വാറന്റ് ഇല്ലാതെ ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യുന്ന നിയമത്തെയാണ് അതിനുള്ള വാറന്റ് ഇല്ലാതെയും വിചാരണ കൂടാതെ തടങ്കിൽ വെക്കാനായിട്ടുമുള്ള ബ്രിട്ടീഷുകാർക്ക് നൽകിയ അനുവാദമാണ് ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഇനി മുസ്ലിമുകൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം നൽകിയത് മിന്റോ മോർലി പരിഷ്കാരമാണ്. 1909 മിന്റോ മോർലി പരിഷ്കാരം. 1919 ചെംസ്ഫോർഡ് പരിഷ്കാരം വരുന്നത്. ഓക്കെ, മൗണ്ടേഗോ ആൻഡ് ചെംസ്ഫോർഡ് പരിഷ്കാരം വരുന്നത് 1919. ഈ 19 ആക്ട് പ്രകാരമാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അനുവദിക്കുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആണ് മിന്റോ മോർലി പരിഷ്കാരത്തിൽ വരുന്നത്. ദയാർക്കി സിസ്റ്റം കൊണ്ടുവരുന്നത് മൗണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസിലൂടെയാണ്. ദയാർക്കി ദ്വിഭരണം, പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ബൈക്യാമറൽ ലെജിസ്ലേറ്റീവ് സിസ്റ്റം, ഇരു സഭകളുള്ള നിയമനിർമ്മാണ സഭ എന്നീ സംവിധാനം കൊണ്ടുവരുന്നത് ഈ ഒരു മൗണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസിലൂടെയാണ്.
1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് മൗണ്ടേഗു ചെൻഫോർഡ് റിഫോംസിൽ കൊണ്ടുവന്ന ദയാർക്കി സിസ്റ്റത്തെ, പ്രവിശ്യകളിലെ ദ്വിഭരണത്തെ റദ്ദ് ചെയ്ത് അത് കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പരിഷ്കാരങ്ങൾ എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അങ്ങനെ റെയർ ആയിട്ടുള്ള ചോദ്യങ്ങളെ കാണാറുള്ളൂ. ഓക്കെ, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. നോക്കിയേ, 1920 ലാഹോർ സമ്മേളനം, 1924 ബൽഗാം സമ്മേളനം ഗാന്ധിജി അധ്യക്ഷനായതാണ്. 1920 നാഗ്പൂർ സമ്മേളനം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകുന്ന കോൺഗ്രസിന്റെ സമ്മേളനമാണ്. ഇനി ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒപ്പുകുറുക്കി നിയമലംഘനം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6 ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 9, 1942. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി ഏത് സമരവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഡു ഓർ ഡൈ എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലിയും ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ എന്നുള്ള JPയുമാണ്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവര് ജയിലിലാകുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അതിന്റെ വക്താക്കളാണ് അരുണ ആസിഫ് അലിയും അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണനും. നാട്ടുരാജ്യങ്ങൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും അതുപോലെ തന്നെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയും കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറ് തയ്യാറാക്കിയ വ്യക്തി, ഒപ്പിട്ട എന്നുള്ളതല്ല ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് PSCക്ക് സംഭവിച്ചതാണ്. തയ്യാറാക്കിയ വ്യക്തി ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ലയന കരാറ് തയ്യാറാക്കുന്നത്. അതിന് നാട്ടുരാജ്യങ്ങളെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുന്നതിനൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനോടൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. ഓക്കെ, ഓർത്തു വെച്ചിരിക്കുക, VP മേനോനാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട മലയാളി VP മേനോനാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി ആണ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം, ഇന്ത്യയിലെ ഭാഷാ സംസ്ഥാനം രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഡൽഹിയാണ്. ആണോ? അല്ല, നമ്മളിപ്പോൾ പറഞ്ഞു അത് ആന്ധ്രാപ്രദേശ് ആണെന്ന്. തെറ്റ്. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ശരി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ശരി. സോ A 2ഉം 3ഉമാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ. സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കുവഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? VP മേനോൻ, JB കൃപാലിനി, സർദാർ വല്ലഭായ് പട്ടേൽ. ആരൊക്കെയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത്? VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലുമാണ് നേതൃത്വം നൽകിയത്. സോ 1ഉം 3ഉം ഓപ്ഷനിൽ വരുന്ന D ആണ് ഉത്തരം. ഓക്കെ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷനാണ്. ഫസൽ അലി കമ്മീഷനാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് ശുപാർശ നൽകിയത്. ഇനി ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യം.
സോ നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന, ആ ഒരു ഭാഗം ഒന്ന് റിവൈസ് ചെയ്യാം. സോ നോക്കിയേ, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 565 നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. മൗണ്ട് ബാറ്റന്റെ ഇന്ത്യ വിഭജിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആക്ട് പ്രകാരം ഇന്ത്യൻ യൂണിയനിൽ ചേരാനോ പാകിസ്ഥാനിൽ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. ഈ ഒരു റൈറ്റ് അവർക്ക് കൊടുത്തിരുന്നു. സോ ഛിന്ന ഭിന്നമായി പോകാൻ സാധ്യതയുള്ള ഇന്ത്യയെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവും ചേർന്ന് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ VP മേനോനും ഒക്കെ ചേർന്നാണ് ലയന കരാറുകളൊക്കെ തയ്യാറാക്കുന്നത്. ഓക്കെ, സോ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന്റെ പ്രശ്നങ്ങൾക്ക് തുടക്കം വരുന്നത് തിരുവിതാംകൂറിൽ നിന്നാണ്. ദിവാനായിരുന്ന സർ CP യുടെ പ്രഖ്യാപനം അത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. സോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ദെൻ അദ്ദേഹത്തിനോടൊപ്പം അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നേതൃത്വ സ്ഥാനം സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ്. ഓക്കെ, അപ്പം പിന്നെ ആരാണ്? ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിന്റെ സെക്രട്ടറിയും മലയാളിയുമായ VP മേനോൻ, അന്നത്തെ ഗവർണർ ജനറലായ മൗണ്ട് ബാറ്റൻ എന്നിവർക്ക് ആയിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകാനുള്ള അവകാശം, അല്ലെങ്കിൽ നേതൃത്വം നൽകിയത്. ജവഹർലാൽ നെഹ്റു ഉണ്ട്, മറന്നു പോകരുത്. ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും മൗണ്ട് ബാറ്റനും കൂടെ ചേർന്നാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഇനി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ട് നൽകേണ്ടുന്ന സമ്മതപത്രമാണ് ലയനക്കരാർ എന്നുള്ളത്. സോ ലയനക്കരാറിലൂടെയും നെഗോസിയേഷനിലൂടെയും ചില അനുരഞ്ജനം വഴിയും അതുപോലെ തന്നെ സൈനിക നടപടികൾ വഴിയും ഒക്കെ തന്നെ എന്ത് ചെയ്തു? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തു. ഇനി ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടുന്ന പ്രധാന വകുപ്പുകൾ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയാണ്. അപ്പോൾ പ്രതിരോധത്തെയും വിദേശകാര്യത്തെയും വാർത്താവിനിമയത്തെയും ലയനക്കരാർ വഴി എവിടേക്ക് കൈമാറണം? ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റിന് കൈമാറണം. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദും കാശ്മീരും ജുനഗഡും. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം മണിപ്പൂർ ആണ്. ഓക്കെ, ഇനി 1947 നവംബറിൽ ഇന്ത്യ ഗവൺമെന്റും ഹൈദരാബാദ് നൈസാമുമായി ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് യാഥാസ്ഥിതി കരാർ അഥവാ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്. അപ്പം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ഹൈദരാബാദ് വിസമ്മതിച്ചു. അപ്പോൾ ഹൈദരാബാദിലെ നൈസാമുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നു. അതാണ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്, യാഥാസ്ഥിതി കരാർ എന്ന് പറയുന്നത്. ഇനി തനിക്കെതിരെ ഉയർന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താനായിട്ട് ഹൈദരാബാദിലെ നൈസാം ഉപയോഗിച്ച ഒരു അർദ്ധ സൈനിക വിഭാഗമാണ് റാസക്കർ എന്നുള്ളത്. റാസക്കർ എന്നുള്ള അർദ്ധ സൈനിക വിഭാഗത്തെ ആരുപയോഗിച്ചതാണ്? നൈസാം, ഹൈദരാബാദിലെ നൈസാം ഉപയോഗിച്ചതാണ്. VP മേനോൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഓർത്തു വെച്ചിരിക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേബിള് കൃത്യമായിട്ടൊന്ന് നോക്കണം. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകളിൽ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നിർണായക പങ്ക് വഹിച്ചു ആര്? VP മേനോൻ. അപ്പം സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് VP മേനോൻ. ഇനി 1952 ഒറീസ ഗവർണറായി ചുമതലയേറ്റു. 1952 ഒറീസയുടെ ഗവർണറായി ചുമതലയേറ്റതും VP മേനോനാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റർഗേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവും ആരാണ്? VP മേനോനാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ എന്താണ് ഇന്റർഗേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവും ആര് തന്നെയാണ്? VP മേനോനാണ്. ഇനി അടുത്തൊരു ഭാഗം ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയെ
രൂപീകരിക്കാൻ തീരുമാനിച്ചത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം നയിച്ചത് ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. അപ്പം തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംസ്ഥാനം, ആന്ധ്ര എന്നുള്ള സംസ്ഥാനം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. എത്ര ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാമലു മരണമടയുന്നത്? 58 ദിവസം. SCERT പ്രകാരം 58 ദിവസമാണ് 1952 ഒക്ടോബർ 19 മുതൽ 1952 ഡിസംബർ 15 വരെ. എന്നാൽ NCERT പ്രകാരം, NCERT ടെക്സ്റ്റ് പ്രകാരം 56 പറയുന്നത്. സോ 2 ഡേറ്റും 58 എന്നുള്ളതും 56 എന്നുള്ളതും കൃത്യമായിട്ട് അറിയുക. രണ്ടുകൂടെ ഓപ്ഷനിൽ വരില്ല, ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഓക്കെ, ഇനി 58-ന് SCERTക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഇനി തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകൃതമായത് 1953-ലാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? HN ഖുൻസു അഥവാ ഹൃദയാനന്ദ് ഖുൻസു, ദെൻ സർദാർ KM പണിക്കർ, അതിലെ മലയാളിയാണ് സർദാർ KM പണിക്കർ. സോ VP മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മലയാളിയാണ് സർദാർ KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 1956-ലാണ്. ഓക്കെ, സോ അത്രയും ഭാഗം അവിടെ അറിയുക. അടുത്തൊരു ടോപ്പിക്ക് ഇന്ത്യൻ വിദേശ നയവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വം ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വം ഒപ്പുവെക്കുന്നത്. 1954 ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വം ഒപ്പുവെക്കുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. സാമ്രാജ്യത്തോടും കൊളോണിയലിസത്തോടും വംശീയവാദത്തോടുമുള്ള എതിർപ്പ്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, ചേരിചേരായ്മ എന്നിവ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ലക്ഷ്യങ്ങളാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ മുന്നേറ്റം അറിയപ്പെടുന്ന പേര് ഏതാണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ഗോവ, ഓപ്പറേഷൻ ഗംഗ. ഉത്തരം ഏതാണ്? ഓപ്പറേഷൻ വിജയ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1999 കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള സൈനിക നീക്കവും ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയത് ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. സോ വിദേശ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിതമായ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഭിലായിയും ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേല ആണ് ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി നിർമ്മിക്കപ്പെട്ടതാണ്. ഭിലായും ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ, ദെൻ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയും ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് നമ്മൾ നോക്കിയത് കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് ചർച്ച ചെയ്തു. 100ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചോദ്യവും ഉത്തരവും പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഏരിയയ്ക്ക്, ഹിസ്റ്ററിയുടെ ഏത് ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഏരിയ കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്ത് ഒന്ന് പെർഫെക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള കൃത്യമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നല്ല രീതിയിൽ പഠിക്കുക. താങ്ക്